അബദ്ധത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു സർക്കാരാണ് ഈ NDA സർക്കാർ എന്നാണ്. അപ്പോൾ ഈ ഒരു തട്ടിക്കൂട്ട് സർക്കാർ 15 ദിവസമെങ്കിലും നിലനിൽക്കുമോ എന്ന്, അതായത് 25 സീറ്റുകളിൽ അധികം ഞങ്ങൾക്ക് വൈകാതെ കിട്ടിയാൽ ഇപ്പോൾ ഈ കാണുന്ന സർക്കാർ ഉറപ്പായിട്ടും താഴെ വീഴും എന്നതാണ്. നിതീഷ് കുമാറിൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമാണ് ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്നത്. അതായത് എവിടെ കിട്ടിയാലും ഇരിക്കപ്പുറതി കൊടുക്കാത്ത വിധത്തിലേക്ക് ഈ പ്രതിപക്ഷ മുന്നണിയുടെ നേതാക്കൾ, NDA മുന്നണികളുടെ നേതാക്കളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഞങ്ങൾ പ്രതിപക്ഷത്തിലിരുന്നു കൊണ്ട് തന്നെ തൽക്കാലം ഈ കളിയൊന്ന് കണ്ട് രസിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ മുന്നോട്ട് പോകുന്ന ഈ NDA സർക്കാർ അവസാനം വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. ഇത് വലിയ തോതിൽ വലിയ രീതിയിൽ പ്രതിപക്ഷം ആയുധമാക്കുകയാണ്. നിതീഷ് കുമാറിന് നട്ടല്ലില്ല, അയാൾ മോദിയുടെ പിടിക്കുകയാണ്. ബോധപൂർവം NDA ക്യാമ്പിൽ നിരന്തരമായി തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ് കോൺഗ്രസ്, അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് പറയേണ്ടി വരും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഭരണം താഴെ വീഴുമെന്ന് നിരന്തരമായിട്ട് തന്നെ ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാക്കളടക്കം തന്നെ പറയുമ്പോൾ സ്വാഭാവികമായും ആ ഘടകകക്ഷികളിലുള്ളവരിൽ പോലും ദൈവമേ എവിടെ നിന്നാണ് പണി ഞങ്ങൾക്ക് വരുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭരണം പോകുമോ എന്നിങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ചിന്തകളിലേക്ക് അല്ലെങ്കിൽ ആശങ്കകളിലേക്ക് അവർ കൂപ്പുകുത്തുന്നതായിരിക്കും. നമസ്കാരം. NDA സർക്കാർ ഉടൻ താഴെ വീഴുമോ? 25-ലധികം വരുന്ന MP-മാർ ഉടൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമോ? ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി അധികം വൈകാതെ തന്നെ മുൻ പ്രധാനമന്ത്രിയായി മാറുന്നതായിരിക്കുമോ? ഇന്ത്യ മുന്നണിയുടെ പുതിയ പ്രധാനമന്ത്രി. അപ്പോൾ ഇക്കാര്യത്തിൽ അധികം വൈകാതെ തന്നെ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. ഇന്ത്യ മുന്നണി രാജ്യം ഭരിക്കുമോ? സമവായത്തോടെയും അതുപോലെ തന്നെ ജനക്ഷേമത്തോടെയും മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലുള്ള ചില വാദഗതികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ കേന്ദ്രങ്ങളിൽ പോലും ഇപ്പോൾ ശക്തമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് രാജ്യവ്യാപകമായി തന്നെ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെയും ഭാഗമായിട്ടുള്ള മറ്റ് കക്ഷികളുടെയും ഒക്കെ നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും വളരെ ആവേശത്തോടു കൂടി ഇപ്പോൾ ഷെയർ ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ്. അതിപ്പോൾ ആഘോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പൊടുന്നനെ എങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാർ ഉടൻ തന്നെ താഴെ വീഴുമെന്ന് ഇത്തരത്തിലൊരു വാർത്ത ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് തന്നെ സോഷ്യൽ മീഡിയ ഇടങ്ങളിലടക്കം ചർച്ചയാകുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ വളരെ പ്രധാനം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായിട്ടുള്ള ചില നേതാക്കൾ അവർ നടത്തിയ നിർണായകമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ അവർ നടത്തിയിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളുമാണ്. 25 സീറ്റിൽ അധികം ഉടൻ തന്നെ, അതായത് 25-ലധികം വരുന്ന MP-മാർ അധികം വൈകാതെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമെന്നും അതുപോലെ തന്നെ അങ്ങനെ NDAയുടെ ഭരണം ഈ രാജ്യത്ത് അവസാനിക്കുമെന്നുള്ള ഒരു ഏകദേശ കണക്കും ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതാണ് ഇപ്പോൾ രാജ്യം മുഴുവനായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപായിട്ട് തന്നെ എങ്ങനെയാണ് NDA സർക്കാരിൻ്റെ ഇപ്പോഴത്തെ, അതായത് നിലവിലത്തെ ഈ ഒരു പോക്ക് എന്ന് നമ്മൾ പ്രാഥമികമായിട്ടൊന്ന് വിലയിരുത്തിയാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, കേവല ഭൂരിപക്ഷമില്ലാതെ മോദി സർക്കാർ 400 സീറ്റ് കിട്ടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു പ്രതീക്ഷ വെച്ചിരുന്ന നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ ആകെ തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് TDPയും അതുപോലെ തന്നെ JDUവും ഒക്കെ NDAയിലേക്ക് വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് സമ്മതപത്രമൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് ഉടൻ തന്നെ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്നത്. ആദ്യഘട്ടത്തിലാകട്ടെ അവർ ആഭ്യന്തരം, പ്രതിരോധം, ഗതാഗതം, ധനം തുടങ്ങി പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ, എന്തിനേറെ പറയണം, സ്പീക്കർ പദവിയിൽ ഉൾപ്പെടെ ഈ പറയുന്ന TDPയും അതുപോലെ തന്നെ JDUവും ഒക്കെ ചോദിച്ചുവെന്ന വാർത്തകൾ പോലും പുറത്തു വന്നിരുന്നു. എന്നാൽ അതൊക്കെ തള്ളിക്കൊണ്ട് BJP പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ എടുത്ത് നാമമാത്രമായിട്ടുള്ള ചില വകുപ്പുകൾ മാത്രമാണ് ഈ പറയുന്ന JDUവിനും അതുപോലെ തന്നെ TDPക്കുമൊക്കെ നൽകി മന്ത്രിസഭാ രൂപീകരണ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. അപ്പോൾ ഇന്ത്യ മുന്നണി എന്തെങ്കിലും രീതിയിലുള്ള അട്ടിമറി ശ്രമങ്ങൾ നടത്തുകയും അത് പരാജയപ്പെടുകയും ചെയ്യും എന്നൊക്കെയാണ് ചില BJP നേതാക്കളൊക്കെ പല ചാനൽ ചർച്ചകളിലുമൊക്കെ ഉൾപ്പെടെ പറഞ്ഞു വെച്ചിരുന്ന കാര്യം. പക്ഷേ ഇന്ത്യ മുന്നണി ആകട്ടെ വളരെ പക്വതയാർന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ പ്രതിപക്ഷത്തിലിരുന്നു കൊണ്ട് തന്നെ തൽക്കാലം ഈ കളിയൊന്ന് കണ്ട് രസിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ മുന്നോട്ട് പോകുന്ന ഈ
NDA സർക്കാർ അവസാനം വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്നും പ്രത്യേകിച്ചും ഈ നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡു തുടങ്ങിയ വലിയ ചാണക്യ താത്മാനകളൊക്കെ തന്നെ എല്ലാവരും തന്നെ എങ്ങനെയും ആ സഖ്യം പൊളിച്ചുകൊണ്ട് അവരുടെ സ്വന്തം നേട്ടങ്ങൾക്കായിട്ട് വേണ്ടിയാണെങ്കിൽ കൂടിയും മറുകണ്ഠം ചാടാനുള്ള സാധ്യതകളുണ്ടെന്നും ഇന്ത്യ മുന്നണി ഇപ്പോൾ ദീർഘവീക്ഷണത്തിലൂടെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഒരു വശത്തെ മമതാ ബാനർജിയും അതുപോലെ തന്നെ അഖിലേഷ് യാദവും ഒക്കെ തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ ഒരു സർക്കാർ രൂപീകരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കുതിരക്കച്ചവടം നടത്താം, അല്ലെങ്കിൽ ഈ പറയുന്ന ചാണക്യ തന്ത്രങ്ങളൊക്കെ തന്നെ പയറ്റാം, ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും ഈ DK ശിവകുമാറിനെ പോലെയുള്ള പണ്ട് അമിത്ഷായൊക്കെ ചാണക്യ തന്ത്രത്തിലൂടെ മുട്ടുകുത്തിച്ച ചരിത്രമുള്ള ഈ പറയുന്ന DK ശിവകുമാറിനെ പോലെയുള്ള അഗ്രഗണ്യർ, അതുപോലെ തന്നെ ശരത് പവാറിനെ പോലെയുള്ള NCPയിലെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഉള്ളപ്പോഴും കോൺഗ്രസ് കൃത്യമായിട്ടുള്ളൊരു തീരുമാനം, അതായത് കോൺഗ്രസ് എല്ലാവരോടും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവരെവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ എന്നാണ്. അതായത് ഇവരുടെ ഭരണം എവിടം വരെ, എത്ര പേരെ പോകും എന്ന് നോക്കട്ടെ എന്നാണ്. അപ്പോഴാണ് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഹരിയാനയിലുമൊക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാനായിട്ട് പോകുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്ക് പുറത്തു വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലാകട്ടെ നിയമസഭാ മണ്ഡലങ്ങളിൽ എങ്ങനെയായിരുന്നു ഒരു ട്രെൻഡ് എന്നുള്ള ഒരു കണക്കുകളും പുറത്തു വരികയുണ്ടായി. അപ്പോൾ ആ കണക്കുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നതോടെ അക്ഷരാർത്ഥത്തിൽ NDA മുന്നണിയുടെ വീഴ്ച എന്നത് അധികം അകലെയല്ല എന്ന കണക്കുകൂട്ടൽ ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. കാരണം കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന ഇങ്ങനെയാണ്. അതായത് NDA സർക്കാരിനെ വലിയ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം PTA എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്താ ഏജൻസിക്ക് ഒരു അഭിമുഖം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിലാകട്ടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അബദ്ധത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു സർക്കാരാണ് ഈ NDA സർക്കാർ എന്നാണ്. അത് ഉടൻ തന്നെ താഴെ വീഴും. ജനങ്ങളൊരു ന്യൂനപക്ഷ സർക്കാരിനെയാണ് തിരഞ്ഞെടുത്തത്, ഏത് സമയത്തും അത് താഴെ വീഴാൻ സാധിക്കുമെന്നും ഖാർഗെ പറയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് അതേ ഒരു സമയം തന്നെയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞ ഒരു കാര്യം. അതായത് പ്രധാനമന്ത്രി മോദിക്കും ഈ പറയുന്ന BJPയും ഇത്തവണ സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടി വന്നു എന്നത്. 400 ലോക്സഭാ സീറ്റുകൾ സംസാരിച്ചവർക്ക് ഈ പറയുന്ന കേവല ഭൂരിപക്ഷം പോലും നേടാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു തട്ടിക്കൂട്ട് സർക്കാർ 15 ദിവസമെങ്കിലും നിലനിൽക്കുമോ എന്ന് നമുക്ക് നോക്കാമെന്നാണ് മമതാ ബാനർജി പറഞ്ഞു വെക്കും. ഇനിയാകട്ടെ സച്ചിൻ പൈലറ്റ് പറയുന്നത് കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള ചില ഫിഗറുകളും അതുപോലെ തന്നെ ചില നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടെന്ന സൂചനയും കഴിഞ്ഞ മണിക്കൂറുകളിൽ നൽകുകയുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് പഴയതുപോലെയല്ല ഇപ്പോഴത്തെ ഈ കാര്യങ്ങളെന്നാണ്. അതായത് 25 സീറ്റുകളിൽ അധികം ഞങ്ങൾക്ക് വൈകാതെ കിട്ടിയാൽ ഇപ്പോൾ ഈ കാണുന്ന സർക്കാർ ഉറപ്പായിട്ടും താഴെ വീഴും എന്നതാണ്. അതായത് 25 സീറ്റുകളിൽ അധികം കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സച്ചിൻ പൈലറ്റ് പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യത അണിയറയിൽ ഉണ്ടെന്നും സച്ചിൻ പൈലറ്റ് ഇപ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി NDAയ്ക്കുള്ളിൽ കൂട്ടയടിയും അല്ലെങ്കിൽ ഈ കൂട്ടക്കരച്ചിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ തന്നെ തുടക്കത്തിലേ തുടങ്ങി എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ കാലിൽ വീഴുന്ന, അതായത് നരേന്ദ്രമോദിയുടെ വല്ലാത്ത വിധേയത്വം കാണിച്ചു നിൽക്കുന്ന നിതീഷ് കുമാർ എന്ന പേരിൽ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രാജ്യമെമ്പാടും പ്രചരിച്ചിരുന്നു. അപ്പോൾ ആ ഫോട്ടോ കണ്ട എല്ലാവരും ചോദിക്കുകയുണ്ടായി, നിതീഷ് കുമാറിൻ്റെ കയ്യിലാണ് അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമാണ് ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്ന നിതീഷ് കുമാർ എന്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലിൽ ഒരു പൃഥ്വിനെ പോലെ വീഴുന്നത് എന്നാണ്. ഇനി സോഷ്യൽ മീഡിയ ആകട്ടെ സ്പീക്കർ പദവിക്കായിട്ടുള്ള കാലുപിടുത്തമാണെന്നൊക്കെ പറഞ്ഞ ചില തമാശകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ആ ഒരു ഫോട്ടോ വന്നപ്പോൾ തന്നെ അത് ബീഹാറിനെ അപമാനിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ തുടങ്ങുകയുണ്ടായിരുന്നു. അതായത് അവിടെയും ഒരു ഇരിക്കപ്പുറതിയും കൊടുക്കുന്നില്ല NDA മുന്നണിയിലെ ഘടകകക്ഷികൾക്കടക്കം ഇന്ത്യ മുന്നണി എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് എവിടെ കിട്ടിയാലും ഇരിക്കപ്പുറതി കൊടുക്കാത്ത വിധത്തിലേക്ക് ഈ പ്രതിപക്ഷ മുന്നണിയുടെ നേതാക്കൾ NDA മുന്നണികളുടെ നേതാക്കളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അവരെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്തിനേറെ പറയണം, പ്രശാന്ത് കിഷോർ പറയുന്നത് നിതീഷ് കുമാർ ബീഹാറിനെ മോദിയുടെ കാലിൽ വെച്ചുവെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പറയുന്ന പ്രശാന്ത് കിഷോർ വലിയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ്.
അദ്ദേഹം JDUവിൻ്റെ ഒക്കെ ഭാഗമായൊക്കെയാണ്. അപ്പം അദ്ദേഹം പറയുകയാണ് നിതീഷ് കുമാർ ബീഹാറിനെ മോദിയുടെ കാലിൽ കൊണ്ട് വെക്കുകയാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. ഇത് വലിയ തോതിൽ വലിയ രീതിയിൽ പ്രതിപക്ഷം ആയുധമാക്കുകയാണ്. നിതീഷ് കുമാറിന് നട്ടല്ലില്ല, അയാൾ മോദിയുടെ കാല് പിടിക്കുകയാണ്. എന്തിനാണ് ഇയാൾ ഇങ്ങനെ കാല് പിടിക്കുന്നത്? ഇയാൾ സംസ്ഥാനത്തിന്റെ വില കളയുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോധപൂർവം NDA ക്യാമ്പിൽ നിരന്തരമായി തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ് കോൺഗ്രസ്, അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് പറയേണ്ടി വരും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഭരണം താഴെ വീഴുമെന്ന് നിരന്തരമായിട്ട് തന്നെ ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാക്കളടക്കം തന്നെ പറയുമ്പോൾ സ്വാഭാവികമായും ആ ഘടകകക്ഷികളിലുള്ളവരിൽ പോലും ദൈവമേ എവിടെ നിന്നാണ് പണി ഞങ്ങൾക്ക് വരുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭരണം പോകുമോ എന്നിങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ചിന്തകളിലേക്ക് അല്ലെങ്കിൽ ആശങ്കകളിലേക്ക് അവർ കൂപ്പുകുത്തുന്നതായിരിക്കും. അതൊരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഖാർഗെയും അതുപോലെ തന്നെ ഈ പറയുന്ന സച്ചിൻ പൈലറ്റും അതുപോലെ തന്നെ മമതാ ബാനർജിയും അഖിലേഷ് യാദവും ഒക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഭരണം ഞങ്ങൾ പിടിക്കും, ഉടൻ തന്നെ ഈ സർക്കാരിനെ ഞങ്ങൾ താഴെ വീഴ്ത്തുമെന്നൊക്കെ പറയുന്നത് എന്തൊക്കെയോ അവർ കൃത്യമായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ്. ഇതിനിടയിൽ BJP ഉദ്ധവ് താക്കറെയെ കൂടെ നിർത്തി ഈ പറഞ്ഞ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തെ തള്ളിക്കളഞ്ഞ് മഹാരാഷ്ട്രയിൽ മൊത്തത്തിലൊരു പിടിപിടിക്കാമെന്നൊക്കെ കരുതിയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഉദ്ധവ് താക്കറെ ഇപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഉദ്ധവ് താക്കറെ ഒറ്റയ്ക്ക് മഹാരാഷ്ട്രയിൽ മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നുവെങ്കിൽ കൂടിയും അങ്ങനെയല്ല. ശരിക്കും മഹാവികാസ് അഘാഡിയാണ് മഹാരാഷ്ട്രയിൽ മത്സരിക്കുക എന്ന് ഇന്ത്യ മുന്നണി പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അതും ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുകയാണ്. അതായത് BJPക്ക് നേട്ടമുണ്ടാക്കുന്ന വിധത്തിൽ ഒരു PR വർക്ക് എന്ന രീതിയിലൊക്കെ ഇന്ത്യ മുന്നണിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന മാധ്യമങ്ങളെ പോലും ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി നേതാക്കൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ ശരത് പവാറും കോൺഗ്രസിൻ്റെ മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ വാർത്താ സമ്മേളനം നടത്തി ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറയുന്നു, ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പില്ല എന്നൊക്കെ പറയുമ്പോൾ ആ വലിയൊരു മുന്നേറ്റത്തിനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ പ്രകാരം ഒക്ടോബറിൽ മഹാരാഷ്ട്രയിലെയും അതുപോലെ തന്നെ ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പ് ഫലം വരുമെന്നാണ് പറയുന്നത്. അവിടെ 155 നിയമസഭാ സീറ്റുകളിൽ ഇക്കുറി ഇന്ത്യ മുന്നണിയുടെ പാർട്ടികൾക്ക് 155 നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ ലീഡ് ഉണ്ടായിട്ടുണ്ട്. 50 ഇടങ്ങളിൽ നേരിയ മാർജിനിലാണ് തോൽവി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര എന്ന സംസ്ഥാനം ഇന്ത്യ മുന്നണി പൂർണ്ണമായിട്ട് കൈക്കലാക്കാനുള്ള ഒരു നീക്കത്തിലാണ്. അങ്ങനെ വന്നാൽ കോൺഗ്രസ് കരുതുന്നത് പോലെ NDA ഘടകകക്ഷികൾ പോലും കൂടുതലായിട്ട് ഇങ്ങോട്ട് ചാടുമെന്നാണ് കരുതപ്പെടുന്നത്. അതിലേക്കുള്ള നീക്കങ്ങൾ ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയേണ്ടി വരും. അത് നേടിയെടുക്കാൻ സാധിച്ചാൽ അധികം വൈകാതെ തന്നെ ഈ പറയുന്ന NDA സർക്കാർ തീർച്ചയായിട്ടും താഴെ വീഴുന്നതാണ്. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.